ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഇന്ന് വായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 9:8 മുതൽ. ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാറെ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമാസ്കസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവെ, അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിൻ്റെ തൻ്റെ മേലെ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ദർശനം കണ്ട ഉടനെ പൗലോസ് ആകെ ആള് മാറി. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പലർക്കും അതിശയമാണ്. ദമസ്കോസിലുള്ള ക്രിസ്ത്യാനികളെ കൊല്ലാൻ പോയ പൗലോസ് ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗമാവുമ്പോഴേക്കും ദമസ്കോസിൽ തന്നെ ഉള്ള സിനഗോഗിൽ യേശുക്രിസ്തുവാണ് കർത്താവ്, യേശുക്രിസ്തുവാണ് മെസ്സിഹ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ഒരു സെക്കൻഡ് നേരത്തെ ഒരു അത്ഭുതം, ഒരു വെളിച്ചം, ചില വാചകങ്ങൾ. ഇത് കേട്ട പൗലോസ് എങ്ങനെ പെട്ടെന്ന് മാറി? വലിയ അത്ഭുതം കണ്ട പല ആളുകളും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടില്ല. നമുക്കറിയാമല്ലോ, 10 കുഷ്ഠരോഗികൾ യേശുവിനെ കാണാൻ വന്നു. 10 പേരുടെയും കുഷ്ഠരോഗം മാറിയെങ്കിലും ഒരുത്തൻ മാത്രമേ യേശുവിന് നന്ദി പറയാൻ മടങ്ങി വന്നുള്ളൂ. 5000-ലധികം ആളുകൾ യേശു ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിച്ചു, അത്ഭുതം ചെയ്ത് കൊടുത്ത ഭക്ഷണം കഴിച്ചു. പക്ഷേ അവരാരും യേശുവിൽ വിശ്വസിച്ചു എന്ന് നാം വായിക്കുന്നില്ല. അത്ഭുതം കണ്ടവരാരും യേശുവിൽ വിശ്വസിച്ചതായി നാം വായിക്കുന്നില്ല. എന്നാൽ ഒരു വെളിച്ചം കണ്ടു, ചില ശബ്ദം കേട്ടു. ഇത് മാത്രം നടന്ന പൗലോസ് അപ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടായി. ഇത് ആ ഒരു നിമിഷത്തിൽ സംഭവിച്ചതാണോ എന്നാണ് പലരും കരുതുന്നത്. പക്ഷേ എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യമാണ് പറയാനുള്ളത്. പൗലോസ് ദൈവവിശ്വാസിയായിരുന്നു. പൗലോസ് വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് തന്നെയാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ സുവിശേഷം ആരെങ്കിലും പൗലോസിനോട് പറഞ്ഞാൽ അവർ പറയുന്ന ആ ദൈവത്തിൽ പൗലോസിന് ഓൾറെഡി വിശ്വാസമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ദൈവവചനം എന്ന് പൗലോസ് പറയുന്നത് തന്നെയാണ് സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളും ദൈവവചനം എന്ന് പറയുന്നത്. പൗലോസ് അത് വിശ്വസിച്ച കാലത്ത് പഴയ നിയമം മാത്രമേ ഉള്ളൂ. അത് ദൈവവചനം എന്ന് സുവിശേഷം വിശ്വസിക്കുന്ന ക്രിസ്തു വിശ്വാസികളും വിശ്വസിക്കുന്നു. പുതിയ നിയമം പിന്നീട് എഴുതിയതാണ്. എന്നാൽ ദൈവവചനം ഒന്നാണ്. മിശിഹ വരും എന്ന പ്രതീക്ഷ യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നു, അത് പൗലോസിനും ഉണ്ടായിരുന്നു. അപ്പോൾ പൗലോസ് ഒരു അത്ഭുതം കണ്ട ഉടനെ വിശ്വസിക്കുകയായിരുന്നില്ല. മറിച്ച് പൗലോസിന് ചില കാര്യങ്ങൾ അറിയാമായിരുന്നു. തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഒന്ന്, യഥാർത്ഥ ദൈവത്തെ പൗലോസിന് അറിയാമായിരുന്നു. യഥാർത്ഥ ദൈവവചനം പൗലോസിന് അറിയാമായിരുന്നു. പ്രവാചകന്മാർ പറഞ്ഞ മെസ്സിഹ വരുമെന്ന കിച്ച പൗലോസിനുണ്ടായിരുന്നു. അപ്പോൾ ദൈവവചനത്തിലൂടെ താൻ കേട്ട കാര്യങ്ങളെല്ലാം പൗലോസ് വിശ്വസിച്ചിരുന്നു. ഈ വിശ്വാസമുള്ള ആൾക്ക് ഒരത്ഭുതം അയാളുടെ ജീവിതത്തിൽ നടന്നു. ആ അത്ഭുതം ഇതാണ്: പഴയ നിയമത്തിൽ പറയുന്ന മിശിഹ വന്നു കഴിഞ്ഞു. അത് നസ്രായനായ യേശുക്രിസ്തുവാണ് എന്ന ഒരൊറ്റ കാര്യം മാത്രം പൗലോസ് വിശ്വസിച്ചാൽ മതിയായിരുന്നു. പൗലോസിന് യേശുവാണ് മിശിഹ എന്ന് മനസ്സിലായതും തൻ്റെ ജീവിതത്തിൽ അതിഭയങ്കരമായൊരു വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഉള്ള ശമരിയ സ്ത്രീയെക്കുറിച്ച് അറിയാമല്ലോ. അവർ
യേശുവിനെക്കുറിച്ച് പല ധാരണകളുമായിട്ടാണ് വന്നത്. യേശുവിനെ കണ്ടപ്പോൾ വെള്ളം ആവശ്യമുള്ള ഒരു യഹൂദൻ, ദാഹിക്കുമ്പോൾ ജാതി ചിന്തയൊക്കെ മറക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം അവൾക്ക് യേശു മിശിഹയാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസമുണ്ടായി. വെള്ളം കോരാൻ വന്ന അവൾ വെള്ളം അവിടെ ഇട്ടിട്ട് അതല്ല പ്രധാനം, എൻ്റെ നാട്ടിലുള്ള ആളുകളോട് ഞാൻ മിശിഹയെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് പ്രധാനം എന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവളുടെ ജീവിതത്തിലൊരു മാനസാന്തരമുണ്ടായി. ഇവിടെ പൗലോസ് ഒറ്റയടിക്ക് മാനസാന്തരപ്പെട്ടു എന്ന് നമുക്ക് തോന്നുമെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങൾ. പൗലോസ് പല കാര്യങ്ങൾ ഇതിനു മുമ്പ് മനസ്സിലാക്കിയിരുന്നു. ദൈവവചനത്തെക്കുറിച്ചും യഥാർത്ഥ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ മിശിഹയെക്കുറിച്ചും പൗലോസിന് അറിയാമായിരുന്നു. മാത്രമല്ല, ചില ദിവസങ്ങൾക്ക് മുമ്പ് സ്തേഫാനോസിൻ്റെ മരണം പൗലോസ് കണ്ടിരുന്നു. ഈ സംഭവങ്ങളൊക്കെ പൗലോസിൻ്റെ മാനസാന്തരത്തിന് സഹായകരമായ ഘടകങ്ങളാണ്. നമുക്കറിയാമല്ലോ, ഒരു മരം ഒറ്റ വെട്ടിന് വീഴില്ല, പല പ്രാവശ്യം വെട്ടിയാലാണ് അവസാനം ആ മരം വീഴുന്നത്. അതുപോലെയായിരുന്നു പൗലോസിൻ്റെ മാനസാന്തരം. സ്തേഫാനോസിൻ്റെ മരണം കണ്ട പൗലോസിന് ചില കാര്യങ്ങളിൽ വളരെ ശക്തമായ സംശയങ്ങളുണ്ടായി. ഒന്നാമത്, സ്തേഫാനോസ് യേശുവെ ഇവരോട് പാപം ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ താൻ ചിന്തിച്ചു, പാപം ക്ഷമിക്കുന്നത് യേശുവാണോ? മരിക്കുന്നവരെ അവരുടെ ആത്മാവിനെ സ്വീകരിക്കുന്നത് യേശുവാണോ? മഹിമയുടെ വലതുഭാഗത്ത് നിൽക്കുന്നത് യേശുവാണോ? ഇതൊക്കെ പൗലോസ് കേട്ടതാണ്. ഇതിൻ്റെ എല്ലാം പുറമെ ഇപ്പോൾ യേശുവിൻ്റെ ശബ്ദം താൻ കേൾക്കുകയാണ്. അത് കേട്ടപ്പോൾ തനിക്ക് വേറൊരു സംശയവുമില്ല. താൻ ചോദിച്ചു, കർത്താവേ, നീ ആരാണ്? ഞാൻ എന്ത് ചെയ്യണം? യേശുവിനെ ആ നിമിഷം പൗലോസ് കർത്താവായി സ്വീകരിച്ചു. നാം അത് കഴിഞ്ഞ് വായിക്കുന്നത് 3 ദിവസം പൗലോസിന് കാഴ്ചയില്ലായിരുന്നു. കാരണം ഒന്നും കഴിച്ചുമില്ല, ഒന്നും കുടിച്ചുമില്ല. ഈ അന്ധകാരം വാസ്തവത്തിൽ പൗലോസിനെ സഹായിച്ചു. കാരണം ഏറ്റവും നല്ല അധ്യാപകൻ്റെ അടുത്ത് നിന്ന് പഴയ നിയമത്തിൽ പാണ്ഡിത്യം നേടിയ ആളാണ് പൗലോസ്. പഴയ നിയമം വളരെ നന്നായി തനിക്കറിയാം. താൻ വായിച്ചതും പഠിച്ചതുമായ എല്ലാ കാര്യങ്ങളും തൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അന്ധകാരമാണ്, ഒന്നും വായിക്കാൻ പറ്റില്ല, ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ മനസ്സിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം തനിക്ക് ചിന്തിക്കാൻ സാധിക്കും. ഓർമ്മയിലേക്ക് വന്ന കാര്യങ്ങളെക്കുറിച്ച് താൻ ചിന്തിച്ചു. താൻ പഠിച്ച ദൈവവചനം തൻ്റെ മനസ്സിലേക്ക് വന്നു. താൻ കണ്ട കാര്യങ്ങൾ, ക്രിസ്ത്യാനികളായ ആളുകളുടെ പ്രതികരണം, അവരെ ഉപദ്രവിക്കുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ തൻ്റെ മനസ്സിലേക്ക് വന്നു. താൻ ഈ 3 ദിവസം ഇതൊക്കെ ചിന്തിച്ചപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി, യേശു ക്രിസ്തുവാണ് കർത്താവ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പഴയ നിയമത്തിൽ യഹോവയാണ് കർത്താവ് എന്ന് ആളുകളെ മനസ്സിലാക്കിക്കുവാൻ പ്രവാചകന്മാർ ബുദ്ധിമുട്ടി. എന്നാൽ ഇപ്പോൾ പൗലോസിന് തൻ്റെ ജീവിതത്തിലുണ്ടായ ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുവാണ് കർത്താവ് എന്ന് മനസ്സിലായി. ഇനി നമ്മൾ അനന്യാസ് എന്ന ഒരു ആളെക്കുറിച്ചാണ് വായിക്കുന്നത്. അദ്ദേഹം ദമസ്കോസിലുള്ള ഒരു ശിഷ്യനായിരുന്നു, ഒരു സാധാരണ ശിഷ്യൻ. എന്നാൽ ഈ അനന്യാസിനെ കുറിച്ച് പൗലോസിന് ഒരു ദർശനമുണ്ടായി. പൗലോസിനോട് ദൈവം പറയുകയാണ്, അനന്യാസ് എന്നൊരാൾ വന്ന് നിന്റെ മേൽ കൈവച്ച് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം അത് ആദ്യം പൗലോസിനോട് പറഞ്ഞു. അത് കഴിഞ്ഞാണ് ദൈവം അനന്യാസിനോട് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് അനന്യാസ് താൻ പറയുന്ന കാര്യം അനുസരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പായിരുന്നു. അത്ര നല്ലൊരു ശിഷ്യനായിരുന്നു അനന്യാസ്. അപ്പോൾ ഈ അനന്യാസിനോട് ദൈവം പറയുകയാണ്, പൗലോസ് എന്ന ഒരാൾ, അഡ്രസ്സൊക്കെ പറയുന്നുണ്ട്, നേർവീതിയിൽ യൂദയുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ പൗലോസിനെ കുറിച്ച് അനന്യാസിന് അറിയാം. അനന്യാസ് കർത്താവിനോട് പറയുകയാണ്, ഇവനല്ലേ ഞങ്ങളെയൊക്കെ ഉപദ്രവിക്കാൻ, ഞങ്ങളെയൊക്കെ പിടിച്ചു കെട്ടി കൊല്ലുവാൻ വന്നയാൾ. അവനോട് കർത്താവ് പറയുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസിൻ്റെ പ്രശ്നം പൗലോസിൻ്റെ ഭൂതകാലമാണ്. അവൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അനന്യാസിന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. വാസ്തവത്തിൽ ഒരു പരീശൻ എന്ന നിലയിൽ ഒരു ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നയാളാണ് ശൗൽ. അയാൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമൊന്നുമല്ല. എന്നാൽ ദൈവം അനന്യാസിനോട് പറയുന്നത് അവനിപ്പോൾ പ്രാർത്ഥിക്കുന്നു എന്നാണ്. അപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസമുണ്ടായി എന്ന കാര്യം അനന്യാസിനോട് പറഞ്ഞു. പക്ഷേ അനന്യാസിന് അത് വിശ്വസിക്കുവാൻ ഒരല്പം ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച
എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.